ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ്. അപ്പോൾ ഇങ്ങനൊരു ക്രിസ്മസ് ടൈമിൽ തന്നെയാണ് ഞങ്ങളുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് കാണാം. ഫസ്റ്റ് തന്നെ മിൽക്കാണ്. 2.5 പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കൈകൊണ്ട് തന്നെ പൊടിച്ച ഒരു 1/2 kg കേക്ക്, പിന്നെ ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ്, പിന്നെ കൊക്കോ പൗഡർ, കസ്റ്റാർഡ് പൗഡർ, ഷുഗർ നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ, പിന്നെ ചെറിയ ഗാർണിഷിങ്ങിന്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസ് കൊക്കോ പൗഡർ, കസ്റ്റാർഡ് പൗഡർ, ഷുഗർ ഇതിൽ മിൽക്കിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓണാക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം, കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും മിൽക്കൊക്കെ നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബൗളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് കേക്കാണ്. നമുക്ക് ആദ്യം തന്നെ കേക്ക് ഇടാം. നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്കൊരു സ്പൂൺ കൊണ്ട് അമർത്തിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറും മിൽക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെയറുകൾ രണ്ടാമത്തെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും കേക്ക് ഇടാം, വീണ്ടും ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിൽക്കിൻ്റെ ഒരു ഇത് ഇടാം. അങ്ങനെ മാറ്റി ഇവിടെ ബൗൾ ഫുള്ളാക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലെയേഴ്സൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കൊക്കോ പൗഡർ കൊണ്ടാണ് ഗാർണിഷ് ചെയ്യണേ. ഇനി നമുക്കിത് ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ 4 സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചെറിയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം എല്ലാവരും ഈ യമ്മി പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫാമിലി മെമ്പേഴ്സിനൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്.